അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അധികം സമയം വൈകിയില്ല. പുത്തൻ വീട് തറവാട്ടിലെ കവാടം കടന്ന് കനത്ത ശബ്ദത്തോടെ പോലീസ് ജീപ്പ് മുറ്റത്ത് വന്നു നിന്നു. വണ്ടിയിൽ നിന്നും ലേഡി പോലീസുകാരടക്കം വേഗത്തിലിറങ്ങി. പോലീസ് ഓഫീസർ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, സൗദ ഈ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇത് മജിസ്ട്രേറ്റിന്റെ നേരിട്ടുള്ള ഉത്തരവാണ്. കോടതി നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ സൗദയെ അവിടെ എത്തിച്ചേ തീരൂ. സഹകരിച്ചില്ലെങ്കിൽ വാതിൽ പൊളിച്ച് ഞങ്ങൾ അകത്ത് കയറേണ്ടി വരും. മുറ്റത്ത് തടിച്ചു കൂടിയ നാട്ടുകാർ, അതെ അയൽവാസികളെല്ലാം ഓടിക്കൂടിയിട്ടുണ്ട്. പരസ്പരം വിവരം അറിഞ്ഞ് അവരെല്ലാം മന്ത്രിക്കാൻ തുടങ്ങി. പുത്തൻവീട് തറവാട്ടിൻ്റെ അഭിമാനം തെരുവിൽ അടിയുമോ എന്നുപോലും അതാ നമ്മുടെ ഐഷുമ്മ ഭയപ്പെട്ടു. പടച്ചോനെ, ഇവിടെ വീട്ടിലത്തെ മുറ്റത്തേക്ക് കയറി വന്നിട്ടാണ് പോലീസുകാർ. എന്നാൽ ലേഡി പോലീസുകാർ അകത്ത് കയറി. അപ്പോഴേക്കും അതാ സൗദ അവളുടെ റൂമിലേക്ക് ഓടിക്കയറി വാതിൽ കുറ്റിയിട്ടു. സൗദ പൂട്ടിയിരിക്കുന്ന മുറിയുടെ വാതിൽക്കൽ അവരെത്തി ശക്തമായി മുട്ടി. സൗദ, വാതിൽ തുറക്ക്. കോടതിയുടെ ഉത്തരവിനെ എതിർക്കാൻ നിനക്കാവില്ല. വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ കർശന നടപടി എടുക്കേണ്ടി വരും. വാതിൽ തുറക്ക്. സത്യവും കളവും ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞേ തീരൂ. അതെ, ആ സ്ത്രീ ഒന്ന് പറഞ്ഞിട്ടുള്ളത് നിന്നെയാണ്. മറ്റവൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നീയാണ് അവിടെ മൊഴിക്ക് വേണ്ടി എത്തേണ്ടത്. അതെ, നിങ്ങൾക്കൊക്കെ എന്ത് പീഡനമാണ് നേരിട്ടതെന്നും എവിടെ വെച്ചാണ് എന്താണ് നടന്നതെന്ന് വെളിപ്പെടുത്തണം കോടതിയുടെ മുമ്പിൽ. എങ്കിൽ മാത്രമേ ശിക്ഷ കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കേസ് മാറുമറിയൂ. അതിനുവേണ്ടി സാക്ഷി ആവശ്യമാണ്. ധൈര്യമായി പുറത്തേക്ക് വാ. വാതിലിലെ കനത്ത മുട്ടലും പോലീസിന്റെ ശബ്ദവും കേട്ട് സൗദ വിറച്ചു. എന്തിനാ പിന്നെ കൊണ്ടാ നിൽക്കണ്? എൻ്റെ ഉമ്മ തള്ള കുഞ്ഞിക്കതിയാൻ്റെ പണിയായിരിക്കും ഇതൊക്കെ. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിറക്കുന്ന ശരീരത്തോടെ അവൾ ലേഡി പോലീസുകാർക്ക് മുമ്പിൽ നിലയുറപ്പിച്ചു. അതാ വാതിൽ തുറന്നു. സൗദ പോലീസുകാരികളെ കണ്ട് ഭയന്നു. പോലീസ് ഉദ്യോഗസ്ഥ അവളോട് പതുക്കെ പറഞ്ഞു, പേടിക്കേണ്ട സൗദ, നീ സത്യം മാത്രം പറഞ്ഞാൽ മതി. കോടതിയിൽ നിന്നെ സംരക്ഷിക്കാൻ നിയമമുണ്ട്. അതായത് സത്യം മാത്രം പറയുക എന്നതാണ് നിന്റെ ഡ്യൂട്ടി. ഓക്കെ? എന്ത് തന്നെ ആര് പ്രലോഭിപ്പിച്ചാലും സത്യം പറയുക. ഓക്കെ? മനസ്സില്ലാ മനസ്സോടെ എന്നാൽ സത്യം വിളിച്ചു പറയാനുള്ള ഏതോ ഒരു അദൃശ്യ ശക്തി ഉള്ളിൽ ഉണർന്നതുപോലെ സൗദക്ക് തോന്നി. ആ പോലീസ് വാഹനത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഐഷുമ്മ പറഞ്ഞു, മോളെ. സൗദ എന്നാൽ അവൾക്ക് ഭയത്തോടെ അവൾ ഐഷുമ്മയെ പിടിച്ചു. മോളെ, ഉമ്മാൻ്റെ കുട്ടി സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോണ്ടി, ഒരു കളവും കൂട്ടരുതേ. പടച്ചോനെ വിചാരിച്ച് നമ്മൾ എന്തൊക്കെ കളവ് പറഞ്ഞാലും പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായല്ലോ? എന്നാൽ സൗദക്ക് പേടിയായിരുന്നു. ഉമ്മ, എന്നെന്തെങ്കിലും ഒരു ചെയ്യോ? എനിക്ക് പേടിയാണ്. എന്നെ ജയിലിൽ എങ്ങാനും കയറ്റുമോ? എന്തിന്? നമ്മൾ തെറ്റ് ചെയ്ത് നോക്കണമെങ്കിലല്ല എനിക്ക് പേടിക്കേണ്ട ആവശ്യമല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ധൈര്യമായി പോകാം. പിന്നെ എൻ്റെ ഉമ്മ ഓരോന്നൊക്കെ പറഞ്ഞു തരും. സത്യം ഏറ്റെടുത്താൽ എനിക്ക് രക്ഷപ്പെടാം. അതല്ല എങ്കിൽ കളവിൻ്റെ ഒപ്പം കൂട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കാലാകാലം ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. ഇറങ്ങുമ്പോൾ ഐഷുമ്മ അതായിരുന്നു പറഞ്ഞത്. എങ്കിലും ഐഷുമ്മ ദുആ ചെയ്തു, പടച്ച റബ്ബേ, അവൾക്ക് സത്യം മാത്രം പറയാൻ തോന്നണ റഹ്മാനെ, ആമീൻ. ഐഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയായിരുന്നു. എന്നാൽ അതാ മനമില്ലാ മനസ്സോടു കൂടെ അവൾ പോലീസ് ജീപ്പിലേക്ക് കയറണോ വേണ്ടെന്ന് വിചാരിച്ചു നിന്നപ്പോൾ ലേഡി പോലീസ് പറഞ്ഞു, അതെ ഇവിടെ നോക്കി നിൽക്കാനല്ല, അവിടെ ടൈം ആകുമ്പോഴേ കോടതി കേസ് തുടങ്ങേണ്ടതാണ്. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഇതെന്താ മണവാട്ടി ഇറങ്ങുകയാണോ? ഒരു ലേഡി പോലീസ് പറഞ്ഞു. അവൾ ഭയന്നുകൊണ്ട് അതാ അതിലേക്ക് കയറുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തുള്ള അയൽവാസികളൊക്കെ ശബ്ദം കേട്ട് വന്നിട്ടുണ്ടോ എന്തോ അറിയില്ല. എന്നാൽ അതാ ഷെറീനയും ജമീലത്താത്തയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പുത്തൻ വീട് തറവാട് ഇപ്പോൾ കൊളാവും. എന്തായിരുന്നു ഉമ്മ, ഇതിപ്പോൾ എന്താ, ആരൊക്കെ കൊണ്ടുപോണത് എന്ന് പറഞ്ഞ് ഷെറീന അവരെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഐഷുമ്മാനും കൊണ്ടോണ്ടീനല്ലോ, പക്ഷെ ഐഷുമ്മയെ വിളിപ്പിച്ചിട്ടില്ല. എന്നാൽ അതാ അവൾ മനമില്ലാ മനസ്സോടുകൂടെ പോലീസ് ജീപ്പിലേക്ക് കയറി. അവൾ മൗനം പാലിച്ചിരുന്നു. അവൾ പേടിച്ചിരുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം കോടതി വളപ്പിലേക്ക് അതാ ആ ഒരു പോലീസ് ജീപ്പ് കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അതാ സൗദയെ അവിടെ ഇറക്കുന്നു. എന്നാൽ സൗദ ഇറക്കിയ ഉടനെ അവൾ കണ്ടത് ഒരു കാഴ്ചയായിരുന്നു. അത് ഹസീന. പെട്ടെന്ന് ഹസീനയെ കണ്ടപ്പോൾ അവളുടെ മുഖമാകെ വിളറി വെളുത്തുപോയി. ഹസീനയോ? എൻ്റെ അനിയത്തി ഹസീനയോ? അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹസീനയെ കണ്ട ഉടനെ തന്നെ സൗദക്ക് ഓർമ്മ വന്നത് മറ്റൊന്നുമല്ലായിരുന്നു. അത്
തൻ്റെ കൈകാലുകൾ കെട്ടിയിടാൻ സഹായിച്ചത്, തന്നെ ഉറക്കുകുളിക തരുവാൻ വേണ്ടി സഹായിച്ച ഹസീന, എൻ്റെ അനിയത്തി, സ്വന്തമെന്ന് കരുതിയ അനിയത്തി, ഇപ്പോഴിതാ വളരെയധികം മോശമായ പ്രവൃത്തിയിൽ എന്നോട് അവൾ പെരുമാറിയ അനിയത്തി, എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ച iPhone 17 Pro Max തട്ടിയെടുത്ത് അതിനുള്ള ക്യാഷെല്ലാം മുഴുവൻ എടുക്കുന്ന ഹസീന, അവൾ പറഞ്ഞ് ഷോപ്പിൽ കൊണ്ടുപോയി വിറ്റു എന്ന്. പക്ഷേ എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും അതിൽ കണക്റ്റഡ് ആണ്. അതിലേക്ക് വരുന്ന ക്യാഷുകൾ അതെല്ലാം തട്ടിയെടുക്കുന്നവൾ. സത്താറുമായി എൻ്റെ വിവാഹം വേണമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ അതാ രഹസ്യമായി അവനെയും വിളിച്ച് റൂമിൽ കഴിഞ്ഞവൾ. അങ്ങനെ പഴയകാല പല പല ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് കയറി വന്നു. എന്നാൽ ഹസീന സൗദയെ കണ്ടപാടെ ഒരു നിമിഷം ഞെട്ടി. സൗദ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നവ, ഇവള് ബുദ്ധിയില്ലാത്തതാണ്, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. എന്താന്നില്ലേ, എന്നോട് വിഷ്ണു സാറ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്കതിയുടെ കൂടെ തന്നെ നിൽക്കണം, നിൻ്റെ ഉമ്മയുടെ കൂടെ തന്നെ സപ്പോർട്ടീവായി നിൽക്കണം എന്നുള്ളത്. പക്ഷേ ഈ പൊട്ടത്തി എന്താന്നാവോ, ഈ പൊട്ടത്തിനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ശരിക്കും അതാ സൗദയെ കണ്ടപ്പോൾ ഹസീന ഞെട്ടുകയാണ് ചെയ്തത്. അവൾ പതുക്കെ ആ കോടതിയിലെ വലിയ തൂണിൻ്റെ മറവിലേക്ക് മാറി നിന്നു സൗദയെ കണ്ടപാടെ. എന്നാൽ പെട്ടെന്ന് കുഞ്ഞിക്കതിയ അങ്ങോട്ട് വന്നു. എത്തിയോ രണ്ടാളും, വരി എന്ന് പറഞ്ഞ് സൗദയെയും ഹസീനയെയും അത് ഉമ്മ വിളിക്കുന്നു. അതുവരെ ജയിലിൽ കിടന്ന കുഞ്ഞിക്കതിയെ കണ്ടപ്പോൾ ശരിക്കും ഹസീനയും സൗദയും ഒന്ന് ഞെട്ടി. പക്ഷേ ഹസീനക്ക് അവരുമായി കണക്റ്റഡ് ഉണ്ട്, സൗദയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉമ്മ, നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ശിക്ഷ കിട്ടി ഇറങ്ങാനായോ നിങ്ങൾക്ക്? സൗദ ചോദിക്കുന്നു. എന്താ സൗദ നീ പറയണത്? അല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്ത് കാര്യം? നിങ്ങളല്ലേ എന്നെ മയക്കുമരുന്നൊക്കെ തന്നിട്ട് അവിടെ റൂമിൽ പൂട്ടിയിട്ടതും എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയതൊക്കെ നിങ്ങളല്ലേ? നിങ്ങൾ രണ്ടുപേരും, അതൊക്കെ ഒന്ന് പറയാനാണ്. പെട്ടെന്ന് സൗദയുടെ കൈ പിടിച്ചു കുഞ്ഞിക്കതിയെ. എൻ്റെ പൊന്നാര സൗദ ഇങ്ങോട്ട് വന്നാ, ഇവിടെ വാ, ഉമ്മാൻ്റെ കുട്ടിനോട് ഞാൻ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അല്ല, അനക്കിപ്പോൾ എൻ്റെ ഉമ്മ ജയിലിൽ കിടക്കണ പൂതി, അതോ എൻ്റെ പുതിയാപ്പിള കിടക്കണതാ? രണ്ടാളും കിടക്കണം, അതാണ് എനിക്കിഷ്ടം. സൗദിയുടെ വാക്ക് കേട്ട് ശരിക്കും അതാ കുഞ്ഞിക്കതി ഞെട്ടി. ഇജ്ജ് എന്താടി പറയണത്? എന്നെ പെറ്റ തള്ളല്ലേ ഞാൻ? പെറ്റ തള്ളക്കണ്ണേ, പെറ്റ തള്ള ആരെങ്കിലും കയ്യും കാലും കെട്ടി മയക്കുമരുന്നൊക്കെ കൊടുത്ത് ഉറക്കിയിട്ട് ചട്ടകം കൊണ്ട് പൊള്ളിക്കാനും അതുപോലെ തന്നെ വണ്ടിയിൽ കയറ്റി വിട്ട് എന്താ പറയുക ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാനൊക്കെ പറയുമോ? എന്നാൽ അതാ സൗദിയുടെ വാക്ക് കേട്ട് കുഞ്ഞിക്കതിയെ ശരിക്കും ഞെട്ടുകയായിരുന്നു. പഠിച്ചോനെ, ഇതിനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആകെ കൊളാക്കുമല്ലോ. വരി, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഉമ്മാൻ്റെ കുട്ടിയെ, പൊന്നാര മോളെ, എന്നോട് സ്നേഹം കൊണ്ട് ഞാൻ പറയണത്, ഒന്നും വിചാരിക്കരുത്. എനിക്ക് ഞാനൊരു കാര്യം പറയാം, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ തരാം, ഇത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ കുട്ടീനെ പുത്തൻ വീട് തറവാട്ടത്തെ പെരക്കാരൊക്കെ എൻ്റെ കുട്ടീനെ നല്ലോണം ഇടങ്ങാറാക്കും, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെയെങ്കിലും എനിക്ക് നീതി കിട്ടട്ടെ ചിട്ട്. ഉമ്മാൻ്റെ കുട്ടീനോട് ഉമ്മാക്ക് സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ, അങ്ങനെ കായലല്ലോ ഓല് തിരിഞ്ഞു നോക്കുള്ളൂ. മറ്റേത് എത്ര നവാസ് തിരിഞ്ഞു നോക്കാതെ നിൽക്കണ്. ഉമ്മാൻ്റെ കുട്ടി വരി. സ്നേഹത്തോടെ ഹസീനയെയും സൗദിയെയും അതാ ഉമ്മ ആ കോടതിയുടെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വന്നാണ് രണ്ടാളും. പിന്നെ ഉമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. സ്നേഹത്തോടെ കുഞ്ഞിക്കതിയ അതാ അവരെ വിളിക്കുന്നു. അതുവരേക്കും സൗദിയോടൊന്നും തോന്നാത്ത രീതിയിലുള്ള സ്നേഹമായിരുന്നു കുഞ്ഞിക്കതിയൊക്കെ അപ്പോഴുണ്ടായിരുന്നത്. മക്കളെ, സൗദ, ഹസീന, വരി. ഉമ്മ പറയുന്നത് നിങ്ങൾ ജീവനുള്ള കാലത്തോളം ഓർക്കണം. കോടതിന്നേ ആ വക്കീലന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ നിങ്ങൾ ഉമ്മാൻ്റെ ഭാഗത്ത് മാത്രം സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ മക്കളെ, കേട്ടോളി. സൗദ തൻ്റെ ഉമ്മയുടെ മുഖത്തേക്ക് സംശയത്തോടെയും ഭയത്തോടെയും നോക്കി. ഉമ്മ പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കോടതിയിൽ പറയണം. അതായത് നവാസ് നമ്മൾ മൂന്നാളെയും ക്രൂരമായി പീഡിപ്പിച്ചതാണെന്ന് ഉറപ്പിച്ച് പറയണം. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ നവാസ് ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടന്നോളും. നമ്മൾ മൂന്നാളും പേക്കാൻ പാടില്ല. പിന്നെ നമ്മൾക്കൊക്കെ സാധാരണത്തെ രീതിയിലുള്ള പൊന്നും പൈസയും പ്രതാപവും ഒക്കെ കൈവരും. അവൻ ജയിലിൽ കിടന്നാൽ മാത്രം. അതല്ല, ഓന് ജയിലിൽ കിടക്കാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താവും? ഓന് പിന്നെ അക്കൗണ്ടൊക്കെ അങ്ങോട്ട് കട്ടാക്കിയിട്ട്. എന്നാൽ അത് കേട്ട് അന്തം വിട്ടുനിന്ന് സൗദയുടെ കയ്യിൽ ഉമ്മ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ സൗദ, ഈ ഉമ്മ പറഞ്ഞ വെറുതെ അല്ല. ആ നവാസ് മാത്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലേ അവൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിക്കും പെണ്ണേ. അതെ, നമുക്ക് വരുന്ന കോടികളുടെ പൈസ വരവൊക്കെ അതോടെ നിൽക്കും.
അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. ഉള്ളിലായാൽ പിന്നെ അതൊന്നും നോക്കൂല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, ഷോപ്പിൻ്റെ കാര്യങ്ങൾ, വരുമാനത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കും. അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. അവൻ പുറത്തിറങ്ങിയാലേ പിന്നെ ആ പുത്തൻ വീട്ടിലത്തെ തള്ളണ്ടല്ലോ, പുത്തൻ വീട്ടിലത്തെ ആ തള്ള ഐഷുമ്മ, അവൻക്ക് ഓരോന്ന് ഉപദേശിച്ചു കൊടുക്കും. പിന്നെ ആ തറവാട്ടിൽ നിന്ന് ഓനെ ഇറക്കി വിടും. നോക്കിക്കോ. ഉമ്മ വീണ്ടും മക്കളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ആരും കേൾക്കാത്ത രീതിയിൽ പതുക്കെ എന്നാൽ കനത്ത ശബ്ദത്തിൽ ആ കള്ളങ്ങൾ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കോടതിയിൽ ഉമ്മാക്ക് അനുകൂലമായി പറയണം. നവാസ് നമ്മളെ നല്ല രീതിയിൽ പീഡിപ്പിച്ചതാണെന്ന് പറയണം. ചെറിയ മോളെ കാറിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പറയണം. ഹസീന കേട്ടോ, ഞാനും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവൻ നമ്മളെയൊക്കെ ഉപദ്രവിച്ചെന്ന് പറയണം. പിന്നെ എടി സൗദ, പള്ളിയിലുള്ള സമയത്ത്, അതായത് ഗർഭിണിയായ സമയത്ത് പള്ളക്ക് ചവിട്ടാൻ നോക്കി, ചവിട്ടി കുട്ടീനെ ഇല്ലാതാക്കാൻ നോക്കിയെന്നും പറയണം. കാരണം ആദ്യ ഭാര്യൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടാം ഭാര്യനെ നശിപ്പിക്കാൻ നോക്കിയെന്ന് പറയണം. അങ്ങനെ 3 ആളെയും അവൻ നല്ലോണം പീഡിപ്പിച്ചെന്ന് പറയണം. മനസ്സിലായല്ലോ? ഉമ്മയുടെ കണ്ണുകളിലെ ക്രൂരത കണ്ട് സൗദിയുടെ നെഞ്ച് ഒരു നിമിഷം പടപട ഇടിച്ചു. ഉമ്മ അവിടെ നിർത്തിയില്ല. പിന്നെ സ്ത്രീത്വത്തെ നാണം കെടുത്തുന്ന അടുത്ത കള്ളം കൂടി അവർ മക്കളുടെ തലയിലേക്ക് അടിച്ച് ഏൽപ്പിച്ചു. ഗർഭിണി ആയപ്പോഴും അല്ലാതെയും പല രീതിയിലും അവർ നമ്മളെ പീഡിപ്പിച്ചെന്ന് പറയണം കേട്ടോ. ആ പെണ്ണിനെ പ്രായപൂർത്തിയാകണതിന് മുമ്പാണ് ഹസീനാനെ. മനസ്സിലായിക്കോ? പേക്കണ്ടഞ്ഞേ. എന്നാൽ മാത്രം ആ ജഡ്ജി വിശ്വസിക്കൂ. പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ജഡ്ജി വിശ്വസിക്കുവേ. എന്നാൽ മാത്രമേ ആജീവാനന്ദ തടവ് അവന് കിട്ടുള്ളൂ. ഓൻ ആജീവാനന്ദം കിടന്നാൽ പുത്തൻ വീട് തറവാടിൻ്റെ ഉങ്ക് കുറയും. മാത്രമല്ല കാലാകാലം ഓൻ്റെ ഷോപ്പിൻ്റെ പൈസ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഉമ്മയുടെ നാവിലൂടെ വന്ന വാക്കുകൾ കേട്ടതും സൗദിയുടെ കാതുകളിൽ ഇടിമിന്നൽ വെട്ടി. തലച്ചോറാകെ മരവിച്ച് പോയി. സ്വന്തം പെറ്റമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പെമ്മക്കളോട് ഇങ്ങനത്തെ അറപ്പുളവാക്കുന്ന ഈ നീചമായ കള്ളം കോടതിയിൽ വിളിച്ചു പറയാൻ ഉപദേശിക്കുന്നത്? അയ്യേ! അവൾ കണ്ണു തള്ളി ശ്വാസമടക്കി പിടിച്ച് ഉമ്മയെയും ഹസീനയെയും മാറി മാറി നോക്കി. ഈ ഉമ്മ എന്തൊക്കെയായി പറയുന്നത്? പണത്തിനും സ്വത്തിനും വേണ്ടി സ്വന്തം പെമ്മക്കളുടെ മാനം വെച്ച് കളിക്കാൻ ഉമ്മാക്ക് എങ്ങനെ തോന്നി? അവളുടെ നെഞ്ചിൽ നിന്നുയർന്ന ആത്മകഥങ്ങൾക്ക് ശബ്ദമില്ലായിരുന്നു. എന്നാൽ ഹസീന അതിനകം തന്നെ വിഷ്ണു സാറിൻ്റെയും ഉമ്മയുടെയും വാക്കുകളിൽ വീണ് കഴിഞ്ഞിരുന്നു. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഉമ്മ പറയുന്നത് പോലെ പറഞ്ഞോളാം ഉമ്മ. അവൻ ജയിലിൽ കിടക്കട്ടെ, നമുക്ക് ക്യാഷാണ് വേണ്ടത്. പക്ഷേ സൗദ, കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും ഉമ്മ പറയുന്നതിനോട് അവൾക്ക് യോജിപ്പില്ലായിരുന്നു. നവാസ്ക അങ്ങനൊന്നും ചെയ്യൂലല്ലോ, നവാസ്ക അത് ചെയ്തിട്ടൊന്നുമില്ല, അത് ഉമ്മ വെറുതെ പറയാണ്. നവാസ്ക മോശമായിട്ടൊന്നും എന്നോട്. നവാസ്കയെ കുറിച്ച് അവൾ ഓർത്തു. അതെ, സ്വന്തം സഹോദരിയെ പോലെയാണ് ഹസീനയെ കണ്ടത്, സ്വന്തം ഉമ്മയെപ്പോലെ ഉമ്മയെയും എല്ലാം. അതെ, ആ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ ഒരു സ്ഥലം വാങ്ങി, കോടിക്കണക്കിന് രൂപ വരുന്ന വീട്, പിന്നെ കാറ്, എല്ലാം നവാസ്ക തന്നെയാണ്. അതും ഐഷുമ്മ പോലും അറിയാതെ അങ്ങനെയൊക്കെ ആക്കി തീർത്തു. ഗർഭിണിയായപ്പോൾ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നോക്കിക്കണത് ഗൾഫിലൊക്കെ പോയതിന് ശേഷം. ഞാനിതൊക്കെ കോടതിയിൽ എന്താ പറയാ? പഠിച്ച് തമ്പുരാനെ, ഇങ്ങനൊരു പതനം ഒരു ഉമ്മാക്കും വരുത്തരുതേ. ഒരു നിമിഷം സൗദക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഉമ്മയുടെ ഭാഗത്ത് നിൽക്കണോ നവാസ്കയുടെ ഭാഗത്ത് നിൽക്കണോ അവൾക്ക് അറിയുന്നില്ല. ഒരു നിമിഷം അവൾ 2 കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ച് കരഞ്ഞു പോയി. അതേ എടി, ഇവിടെ വാടി. കുഞ്ഞിക്കതിയ സൗദിയുടെ ഭാവം കണ്ടതും അവളുടെ ചുമലിൽ അമർത്തി പിടിച്ച് ഭീഷണിപ്പെടുത്തി. നീ ഇവിടെ കിടന്നിങ്ങനെ കണ്ണീരൊഴുക്കണ്ട. കോടതിയിൽ ചെന്ന് ഇതിന് വിപരീതമായി വല്ലതും പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോടെ എന്നെ വെച്ചേക്കില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ എടുക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കതിയ അവളെ ഭീഷണിപ്പെടുത്തുന്നു. സത്യം പറഞ്ഞ സൗദക്ക് അവിടെ എത്തിയപ്പോൾ അതെ, തൻ്റെ അനിയത്തിയും തൻ്റെ ഉമ്മയും തന്നെ ചതിച്ചതിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. അവർ 2 പേരും തന്നെ ബോധം കെടുത്തി ഏതോ ഒരു ഓട്ടോയിൽ തന്നെ പറഞ്ഞയച്ചതും ആദ്യത്തെ സംഭവങ്ങളും എല്ലാം കൂടി അവൾക്ക് ഓർത്തപ്പോൾ ശരിക്കും നവാസ്കയുടെ ഭാഗം നിൽക്കുവാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ നവാസ്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ നവാസ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതെ, ഫസീലയുടെ അടുത്തേക്ക് പോകുമോ എന്നുള്ള ഒരു മനസ്സിന് ഒരു ഇടങ്ങാറും അവൾക്കുണ്ടായിരുന്നു.
സത്യം പറഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യണം അറിയാത്ത, എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കോടതിയിലെത്തിയാൽ നവാസ്കയെ കാണും. പക്ഷേ നവാസ്ക, അവൾക്ക് അവിടെ നിൽക്കുവാനേ തോന്നിയില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്നാൽ അവൾ ആ നിമിഷം അതാ അവിടെ നിന്ന്, കാരണം നവാസ്കയുടെ ഭാഗത്ത് നിൽക്കാതിരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. പിന്നെ ഉമ്മയുടെ ഈ പച്ചക്കള്ളം പറയൽ അതെനിക്ക് കഴിയുന്നുമില്ല. എന്താ ഇനി ഞാൻ ചെയ്യുക? എനിക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. എന്തു ചെയ്യും പഠിച്ചോനെ, എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. നവാസ്ക അങ്ങനെ ഒരു ചിന്താഗതി ഉള്ള ആളാണെങ്കിൽ പോലും സാരമില്ലായിരുന്നു. പക്ഷേ മനസ്സിൽ പോലും ഒരു അല്പം പോലും ചീത്ത ചിന്തയില്ലാത്ത, നമ്മളെ സ്വന്തം എൻ്റെ അനിയത്തിയെ പോലെ കണ്ട് നെഞ്ചിലേറ്റി നടന്ന മനുഷ്യനെ കുറിച്ചാണ് ഈ പച്ച കള്ളങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഉമ്മ എന്നോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും കല്ല് വെച്ച നുണകൾ കോടതിയിൽ പോയി പറയുന്നതിലും നല്ല മരിക്കുന്നതാണ്. സൗദ മനസ്സിൽ വിതുമ്പി. എന്താണെന്നറിയില്ല, കോടതിയിലെത്തിയപ്പോൾ സൗദിയുടെ മനസ്സ് വളരെയധികം എന്തോ ഒരു ശാന്തമായതുപോലെ തോന്നുകയാണ്. സൗദ മനസ്സിൽ വിതുമ്പി. അതെ, ഉമ്മയും അനിയത്തിയും പണത്തിനു വേണ്ടിയും തറവാടിൻ്റെ സ്വത്തിനു വേണ്ടിയും എന്തും ചെയ്യാൻ മടിക്കാത്തവരായി മാറിയിരിക്കുന്നു. എന്നാൽ സൗദിയുടെ മനസ്സ് അതിന് കൂട്ടാക്കിയില്ല. അവർ തമ്മിൽ വാദിക്കട്ടെ, അവർ വാദിച്ച് ജയിക്കുകയോ തോൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഞാൻ ഇതിലേക്കില്ല. എനിക്ക് ആ കോടതി മുറിയിൽ ചെന്ന് നവാസ്കക്കെതിരെ നുണ പറയാനാവില്ല. സൗദിയുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വരാൻ കാരണം മറ്റൊന്നുമായിരുന്നില്ല. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ഒരു ചെറിയ മുറിയിൽ കണ്ണീരൊഴുക്കി വിറക്കുന്ന, കൈകൾ മാനത്തേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആയിഷമ്മയുടെ ദുആ ആയിരുന്നു അത്. നവാസിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പടച്ചവൻ്റെ മുന്നിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. റഹ്മാനായ റബ്ബേ, എൻ്റെ മകൻ നിരപരാധിയാണ് തമ്പുരാനെ. പണത്തിനും കോടികൾക്കും വേണ്ടി അവർ എൻ്റെ മകനെ ഇല്ലാതാക്കുവാൻ നോക്കുകയാണ് അള്ളാഹുവേ. ആ സൗദ, അതെ സൗദിനെ എല്ലാവരും കൂടി ഇടങ്ങാറാക്കിക്കണ്, ബുദ്ധിമുട്ടാക്കിക്കണ്, അവളുടെ മാനസിക നില തന്നെ തകർത്തിക്കണ്. അവൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ. സത്യത്തിനെതിരായി കള്ളം പറയാൻ അവൾക്ക് നീ ഇടവരുത്തല്ലേ അല്ലാ. അവളിലൂടെ സത്യം പുറത്ത് കൊണ്ടുവരണമേ റഹ്മാനെ. ആ പാവം ഉമ്മയുടെ വിതുമ്പലും കണ്ണീരും പടച്ചു തമ്പുരാൻ സ്വീകരിച്ചോ? ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണോ സ്വന്തം ഉമ്മയും അനിയത്തിയും ആയിട്ട് പോലും അവൾക്ക് അനുകൂലമായി കള്ളം പറയാൻ ആവില്ല എന്ന് സൗദക്ക് തോന്നുന്നത്? ഇല്ല, എനിക്ക് ആരുടെ മുമ്പിലും നിൽക്കാൻ വയ്യ. ഒരു ഭാഗത്ത് എൻ്റെ ഉമ്മ എന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കേസ് എൻ്റെ ഉമ്മ തോറ്റു കഴിഞ്ഞാൽ ഹസീനയും ഉമ്മയും എന്നെ കൊല്ലും. പല പ്രാവശ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ചതുമാണ്. അവർക്കൊക്കെ വേണ്ടത് നവാസ് ഖാൻ്റെ പണമാണ്. അതിനും വേണ്ടിയിട്ട് എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. ശരിക്കും അവളൊരു കൊച്ചു കുട്ടിയെ പോലെ ഭയപ്പെടുകയായിരുന്നു. ആ കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം എന്നതായിരുന്നു സൗദിയുടെ ചിന്ത. ഉമ്മയും ഹസീനും പറയുന്നതിന് കൂട്ടു നിൽക്കാനാവില്ല. ഓലിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. അഥവാ ഇനി ഞാൻ ഒരിക്കെതിരെ നിന്ന് എന്നെ കൊല്ലും ചെയ്യും, ഉറപ്പാണ്. പോലീസ് വളപ്പിൽ നിന്ന്, അതെ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്ക് കണ്ണീരോടെ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുവാൻ അവൾ ശ്രമിക്കുകയാണ്. സൗദിയുടെ മനസ്സിൽ ആയിഷമ്മയുടെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പഠിച്ചോനെ, എന്നെ കാത്തു രക്ഷിക്കണേ, ഞാൻ എന്ത് ചെയ്യാ? അസത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. അതെ, വേറുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഉമ്മാനെ എനിക്ക് വിശ്വാസമില്ല, എൻ്റെ അനിയത്തിന് വിശ്വാസമില്ല, ഉമ്മയോടും എനിക്ക് എതിർത്ത് നിൽക്കാൻ ശേഷിയില്ല. ഒരു പക്ഷേ ആ പാവം മനുഷ്യന്, ശരിയാണ്, നവാസ്ക എന്നൊന്നും ചെയ്തിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, എന്നെ നല്ല രീതിയിലേ നോക്കിയിട്ടുള്ളൂ. എനിക്ക് ചിലപ്പോൾ പക്ഷേ എനിക്ക് മാനസിക നില തെറ്റി ഓരോന്നും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തിനാ വെറുതെ എന്നെ കൊണ്ട് കളവ് പറയാൻ കഴിയൂല. അതും ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയാ? അതെ, പഠിച്ചോ അത് കേട്ടിട്ട് എന്നെ ശിക്ഷിച്ചാലോ? സൗദിയുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ കോടതി വളപ്പിൽ നിന്ന് അവൾ അതാ ബാത്റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ആ കോടതിയുടെ ഗേറ്റ് കടന്ന് അവൾ പുറത്തെത്തി. അവളാകെ ഭയമുണ്ടായിരുന്നു. അവളെ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നതാ ഒരു ഓട്ടോറിക്ഷ കിട്ടി. ആ ഒരു ഓട്ടോറിക്ഷയിൽ അവൾ കൈ കാണിച്ച് വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഹോ, അതെ, പോകാം ഉപ്പാൻ്റെ വീട്ടിലേക്ക്, അതായിരിക്കും നല്ലത്. അല്ലാതെ ഒരിക്കൽ പോലും പുത്തൻവീട് തറവാട്ടിലേക്ക് പോയാലും അത് എങ്ങോട്ടാ മേഡം? ഞാൻ വഴി പറഞ്ഞു തരാം. ആ ഓക്കെ,
അങ്ങനെ അതാ അവൾ പറഞ്ഞു കൊടുത്ത വഴിക്കനുസരിച്ച് അതാ ഓട്ടോ പോകുന്നു. എന്നാൽ അതേസമയം കോടതി മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അതീവ ഗൗരവത്തോടെ ജഡ്ജി ചോദിക്കുന്നു, രണ്ട് പെൺകുട്ടികളും എവിടെ? അവരെ സാക്ഷി ബോക്സിലേക്ക് കൊണ്ടുപോവാ. ഹസീന മാത്രം വിഷ്ണു സാർ പഠിപ്പിച്ച കള്ളങ്ങൾ വിളിച്ചു പറയാനുള്ള ആത്മവിശ്വാസത്തോടെ ബോക്സിലേക്ക് കയറി നിന്നു. പക്ഷെ തൊട്ട് പിന്നാലെ സൗദയില്ലെന്ന വിവരവുമായി ലേഡി പോലീസ് വിറച്ചുകൊണ്ട് കോടതി മുറിയിലേക്ക് നിന്നു. മൈ ലോർഡ്, സൗദ കോടതി വളപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു, കാണുന്നില്ല അവിടെ. ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവൾ ജീപ്പിൽ നിന്നിറങ്ങി കോടതിയിലേക്ക് കയറുന്നതിനിടയിൽ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കടന്നു കളഞ്ഞോ? ഇല്ല, ഇവരാരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരു ഭാഗം പറഞ്ഞു. എവിടെ അവൾ? ആ ഒരുമ്പെട്ടോൾ എവിടെ? അവള് ഇവിടുന്ന് കുടുക്കിയിട്ടേ പോവുള്ളൂ തോണ്ടി. ഒരുമ്പെട്ടോൾ എവിടെ എന്ന് പറഞ്ഞ് അതാ കുഞ്ഞിക്കതിയെ അവിടെ മാകെ തിരഞ്ഞു നടക്കുന്നു. ഓളിവിടെ കണ്ടതാണ്. എന്നാൽ ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങളുടെ സാക്ഷിയെ കൊണ്ടുവന്നിട്ടില്ലേ? ആ സാറേ, ഇവിടെ എത്തി തന്നെയല്ലേ, ഇവരോട് വെച്ച് നോക്കി. അതെ, കുഞ്ഞിക്കതിയുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ വിഷ്ണു സാറിൻ്റെ മുഖത്തെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. റിസ്വാന വക്കീൽ തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റു. ജഡ്ജിക്ക് നേരെ കൈകൾ ഉയർത്തി ശബ്ദമുയർത്തി, മൈ ലോർഡ്, താങ്കൾ ഇത് കാണുന്നുണ്ടല്ലോ. സ്വന്തം ഉമ്മയും അനിയത്തിയും ചേർന്ന് പഠിപ്പിച്ചു വിട്ട ക്രൂരമായ പച്ചക്കള്ളങ്ങൾ ഈ കോടതിയിൽ വന്ന് നിരപരാധിയായ നവാസിനെതിരെ വിളിച്ചു പറയാൻ മനസ്സ് വരാഞ്ഞിട്ടാണ് ആ പാവം പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടത്. ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. കള്ളത്തരങ്ങൾ പറയാൻ അവളുടെ ആത്മാവ് ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാവില്ല. റിസ്വാന തുടർന്ന് ഹസീനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. പക്ഷേ ഇതാ ഇവിടെ പറയുന്ന മറ്റു മകൾ. ഇവളുടെ മൊഴി ഇനി ബഹുമാനപ്പെട്ട കോടതി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, അതിനനുസരിച്ചാകാം തീരുമാനം. അതെ, ചടുലമായ ശബ്ദത്തിൽ റിസ്വാന വക്കീൽ അതാ പറയുന്നു. ശരിക്കും കോടതി വരെ അതാ ഞെട്ടിത്തരിച്ചു പോയി. ജഡ്ജ് തൻ്റെ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. പേന കയ്യിലെടുത്ത് അതാ ഇൻബോക്സിൽ നിൽക്കുന്ന ഹസീനയെ നോക്കിക്കൊണ്ട് ഗൗരവമായി ഒന്ന് ചോദിക്കുന്നു, സാക്ഷി, നവാസ് നിങ്ങളെ പീഡിപ്പിച്ചോ? എവിടെ വെച്ച്, എങ്ങനെയാണ് ഉപദ്രവിച്ചത്? വ്യക്തമായി പറയൂ. വിഷ്ണു സാറും കുഞ്ഞിക്കതിയെയും പഠിപ്പിച്ചു വിട്ട കള്ളങ്ങൾ മനസ്സിൽ ഉരുവിട്ട് ഹസീന ഒന്ന് നിർത്തി. തുടർന്ന് രണ്ട് കണ്ണുകളിൽ വ്യാജമായ കണ്ണീരുണ്ടാക്കി കരയാൻ തുടങ്ങി. വഞ്ചനയുടെ വേഷം കെട്ടിയാടാൻ അവൾ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, സാർ, എൻ്റെ ജീവിതം തകർത്തത് അതാ അവിടെ നിൽക്കണേ ആ നവാസാണ്. എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ അവൻ എന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ് സാർ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവല്ലേ, ആ ഒരു ബോധം പോലും ഇല്ലാതെ അത്രക്കും മോശമായി. ഹസീനയുടെ വാക്കുകൾ കോടതി മുറിയിൽ മഴങ്ങിപ്പൊങ്ങി. അതാ അവൾ കരച്ചിലിൻ്റെ വ്യാപ്തി കൂട്ടി പറഞ്ഞു, എന്നെ കോളേജിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കാറിൽ കയറ്റും സാർ. വണ്ടിക്കുള്ളിൽ വെച്ച് എന്നെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്നോട് വേണ്ടാത്ത പലതും ആവശ്യപ്പെടും. എനിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും അതിനുശേഷവും അവൻ എന്നെ പീഡനത്തിന് ഇരയാക്കി. അവൾ തൻ്റെ ശബ്ദം കൂടുതൽ വൈകാരികമാക്കി മാറ്റി ജഡ്ജിയെ നോക്കി വിലാപത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിച്ചു. അതുമല്ല സർ, അവൻ കാരണം ഞാൻ ഗർഭിണിയായി. ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി അവൻ എന്നെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു. ആദ്യം കുറേ മെഡിസിൻസ് ഒക്കെ തന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനു മുമ്പ് ആ ഗർഭം അലസിപ്പോകാൻ വേണ്ടി എനിക്ക് കുറേ നിരോധിച്ച മെഡിസിനുകൾ തന്നു സാർ. എൻ്റെ ജീവിതവും ആരോഗ്യവും അവൻ നശിപ്പിച്ചു. എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയവനെ മാപ്പ് നൽകരുത് സാർ. കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി അവൾ അതെ ആ ബോക്സിൽ കുഴഞ്ഞു വീഴുന്നത് പോലെ എൻ്റെ ജീവിതമൊക്കെ നശിപ്പിച്ചു അവൾ അഭിനയിക്കുന്നു. അതാ അവൾ ആ ബോക്സിനുള്ളിലേക്ക് കുഴഞ്ഞു വീഴുന്നു. സാറേ, കണ്ടോ എൻ്റെ കുട്ടിൻ്റെ ഒരു അവസ്ഥ? കുഞ്ഞിക്കതിയ അതാ ഉറക്കെ വിളിച്ചു പറയുന്നു. ഹസീനയുടെ ഈ തകർപ്പൻ പെർഫോമൻസ് കണ്ട് കുഞ്ഞിക്കതിയുടെയും വിഷ്ണു സാറിൻ്റെയും മുഖത്ത് ജയശ്രീ ചാർത്തിയതുപോലെ, അതെ വലിയൊരു വിജയത്തിൻ്റെ പൊൻകൊടി കണ്ടതുപോലെ അവരുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. കുഞ്ഞിക്കഥ മനസ്സിൽ പറഞ്ഞു, കഴിഞ്ഞു, നവാസിൻ്റെ കഥ കഴിഞ്ഞു. ഇനിയത് ഓന് ജയിലിൽ നിന്ന് അഴുകും.
അവിടെ കിടന്ന് ആജീവാനന്ദം അവിടെ കിടന്ന് നരകിക്കട്ടെ, ഞങ്ങൾ സുഖമായും കഴിയും. എന്നാലും ആ സൗദ ഓളെ അടിച്ച് കൊല്ലാണ് വേണ്ടത്. പെറ്റ് പോയി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചണം ഇജാതി പണ്ടാർത്ഥങ്ങളൊക്കെ. ആ പെണ്ണ് കുഞ്ഞ് എന്തേ തിരിച്ച് പറഞ്ഞു കൊടുക്കുക, അതാണ് ഞാൻ ഇപ്പോൾ പേടി. എന്നാൽ സാക്ഷി ബോക്സിൽ നിൽക്കുന്ന നവാസ് ഇത് കേട്ട് ധരിച്ചു പോയി. സ്വന്തം അനുജത്തിയെപ്പോലെ സ്നേഹിച്ച ഒരു പെൺകുട്ടി സ്വന്തം മാനവും സ്ത്രീത്വവും വരെ വിറ്റഴിച്ചുകൊണ്ട് തനിക്കെതിരെ ഇത്രയും അറപ്പുളവാക്കുന്ന കള്ളം പറയുന്നത് കേട്ട് അവൻ്റെ നെഞ്ച് പിളർന്നു പോയി. അവൻ കണ്ണീരോടെ ആകാശത്തേക്ക് നോക്കി പതുക്കെ മന്ത്രിച്ചു, പടച്ച റബ്ബേ, നീ എല്ലാം കാണുന്നവനാണ്. കള്ളങ്ങൾ കൊണ്ട് ഇവർ തട്ടിക്കൂട്ടി ചതിക്കോട്ട തകർക്കാൻ നിന്റെ നീതിക്ക് മാത്രമേ കഴിയൂ അല്ലാ. നവാസ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഹസീനയുടെ കരച്ചിലും നാടകവും കണ്ട് കോടതി ഹാളിലുള്ള പലരും നവാസിനെ വെറുപ്പോടെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ പെണ്ണിനെ പീഡിപ്പിക്കാൻ നോക്കിയതാണല്ലോ. എതിർഭാഗം വക്കീൽ തൻ്റെ വിജയം ഉറപ്പിച്ച് ജഡ്ജിയെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ ആ സമയം അഡ്വക്കേറ്റ് ഫാത്തിമ റിസ്വാനയുടെ മുഖത്ത് ഭയമോ പരിഭ്രാന്തിയോ ഉണ്ടായിരുന്നില്ല. അവൾ തൻ്റെ മേശപ്പുറത്തിരുന്ന കനത്ത ഫയലുകൾ ഓരോന്നായി തുറന്നു. അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഹസീനയുടെ ഈ നാടകം എത്രത്തോളം വലിയ കെണിയാണെന്നും അവൾ തന്നെ വന്ന് ചാടിയത് തൻ്റെ വലയിലാണെന്നും റിസ്വാനയ്ക്ക് ബോധ്യമായിരുന്നു. റിസ്വാന ജഡ്ജിക്ക് നേരെ തിരിഞ്ഞ് തൻ്റെ കനത്ത ഗർജനത്തോടെ സംസാരിക്കുവാൻ തയ്യാറെടുത്തു. മൈ ലോർഡ്, വളരെ ഭംഗിയായി കെട്ടിയുണ്ടാക്കിയ ഒരു സിനിമാ കഥയാണിത് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി എൻ്റെ ക്രോസ് വിസ്താരം ആരംഭിക്കാം, അനുവദിക്കണം. കുഞ്ഞിക്കഥയുടെയും ഹസീനയുടെയും നാടകങ്ങളെ എന്നേക്കുമായി തകർത്തെറിയാൻ പോകുന്ന ആ നിർണായക ക്രോസ് വിസ്താരത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു. ഹസീന, നീ വളരെ ഭംഗിയായി കരഞ്ഞു, റിസ്വാന വക്കീൽ ചോദിക്കുന്നു ഹസീനയോട്. ഇനി എൻ്റെ ചില ലളിതമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി വേണം. റിസ്വാന തൻ്റെ ശബ്ദം കടുപ്പിച്ചു. പറയൂ ഹസീന, നവാസ് നിന്നെ ഏത് വർഷം, ഏത് മാസത്തിൽ, ഏത് തീയതിയിൽ, ഏത് സമയത്താണ് കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടുപോകുന്ന വഴിയിൽ പീഡിപ്പിച്ചത്, ഗർഭിണിയാക്കിയത്? ഏത് സമയത്താണ്? കൃത്യമായി പറയണം. എത്ര വട്ടം നിനക്കത് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും പറയണം. പെട്ടെന്നുള്ള ആ ഒരു ചോദ്യം കേട്ട് ഹസീന പതറിപ്പോയി. കൃത്യമായ തീയതികളും വർഷവും മനഃപ്പാടമാക്കാൻ അവൾ മറന്നു പോയിരുന്നു. അവൾ പരിഭ്രാന്തിയോടെ ബാക്കിൽ നിൽക്കുന്ന വിഷ്ണു സാറിനെയും കുഞ്ഞിക്കതിയെയും നോക്കി. വിഷ്ണു സാർ ആംഗ്യത്തിലൂടെ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും റിസ്വാൻ അതിന് സമ്മതിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ഹസീന, ജഡ്ജി സാറിനെ നോക്കി ഉത്തരം പറ. തീയതിയും സമയവും പറ. ഹസീന ഒടുവിൽ എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് കള്ളത്തരം മായ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു വർഷവും മാസവും തീയതിയും തട്ടിവിട്ടു. അതെ, 1.5 വർഷം മുമ്പ് ജൂൺ മാസം 15-ാം തീയതി രാവിലെ 9 മണിക്ക് ആ സമയത്താണ് എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയി അയാൾ അങ്ങനെ പീഡിപ്പിച്ചത്. ഹസീന ആ തീയതി പറഞ്ഞതും റിസ്വാന വക്കീലിൻ്റെ കണ്ണുകളിൽ വിജയച്ചീർപ്പ് തിളങ്ങി. അവൾ തൻ്റെ കയ്യിലിടുന്ന ഫയലിൽ നിന്ന് ഒരു ഒറിജിനൽ രേഖയെടുത്ത് കോടതി സമക്ഷം ഉയർത്തിപ്പിടിച്ചു. മൈ ലോർഡ്, സാക്ഷി ഇപ്പോൾ പറഞ്ഞ തീയതി ഈ കോടതി കൃത്യമായി കുറിച്ചെടുക്കണം. അതെ, 1.5 വർഷം മുമ്പ് ജൂൺ 15-ന് രാവിലെ 9 മണിക്ക് നവാസ് ഇവളെ കാറിൽ കയറ്റി പീഡിപ്പിച്ചു എന്നാണ് ഇവളുടെ വാദം. എന്നാൽ എൻ്റെ കയ്യിൽ നവാസിൻ്റെ ഒറിജിനൽ പാസ്പോർട്ടുണ്ട്. റിസ്വാന പാസ്പോർട്ട് എടുത്ത് മേശപ്പുറത്ത് ജഡ്ജിക്ക് നൽകിക്കൊണ്ട് തൻ്റെ ഗർജനം ആരംഭിച്ചു. മൈ ലോർഡ്, പാസ്പോർട്ടിലെ സീലുകളും എമിഗ്രേഷൻ രേഖകളും പരിശോധിക്കൂ. നവാസ് കല്യാണം കഴിഞ്ഞ് വെറും 2 മാസത്തിനുള്ളിൽ തൻ്റെ ഭാര്യയായ സൗദയും കുട്ടി ദുബായിലേക്ക് പോയതാണ്. ഇവർ ഈ പറഞ്ഞ തീയതിയിലും സമയത്തും നവാസ് ഈ ഇന്ത്യ രാജ്യത്ത് പോലും ഇല്ലായിരുന്നു. അവർ ഗൾഫിലായിരുന്നു. അവൻ. റിസ്വാൻ വക്കീൽ സാക്ഷി ബോക്സിലേക്ക് ആഞ്ഞെടുത്തു ഹസീനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. പറയടി ഹസീന, ദുബായിൽ നിന്നാണോ നവാസ് പറന്നു വന്ന് നിന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയത്? ഗൾഫിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ വന്ന് നിന്നെ കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടുപോയി എന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? അതോ ഫ്ലൈറ്റിലാണോ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിച്ചത്? നീ പറഞ്ഞ ഡേറ്റിന് അവൻ ഗൾഫിലായിരുന്നു എന്നതിനേതായി പാസ്പോർട്ടിൽ കൃത്യമായ തെളിവുണ്ട്. റിസ്വാന ജഡ്ജിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. മൈ ലോർഡ്, ഇത്രയും വലിയൊരു കള്ളം പറയാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഗൾഫിലുള്ള നവാസ് വന്ന് പീഡിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ അവൾ അത് സ്വപ്നത്തിൽ കണ്ടതാണോ? അതോ പണത്തിനും കോടികൾക്കും വേണ്ടി വിഷ്ണു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും കുഞ്ഞിക്കതിയും ചേർന്ന് പടച്ചു വിട്ട കള്ളക്കഥയാണോ? റിസ്വാന വക്കീലിൻ്റെ ചടുലമായ ആ സംസാരവും തെളിവുകളും കേട്ട് കോടതി മുറി ഒന്നാകെ ഞെട്ടിത്തിരിച്ചു.
സാക്ഷി ബോക്സിൽ പ്രതിയായ ആ ഹസീനയുടെ മുഖത്തെ ചോരയൊക്കെ വറ്റി അവൾ തളർന്നു പോകുന്ന പോലെ അപ്പുറത്ത് നിന്ന കുഞ്ഞിക്കതിയുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന പോലെ കള്ളക്കേസുണ്ടാക്കാൻ കൂട്ടുനിന്ന വിഷ്ണു സാറിൻ്റെ നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. തങ്ങളുടെ എല്ലാ ചതികളും ഒരൊറ്റ പാസ്പോർട്ട് രേഖ കൊണ്ട് തരിപ്പണമായത് അവർ കണ്ടു. ജഡ്ജ് അതീവ കോപത്തോടെ ഹസീനയെ എതിർഭാഗം വക്കീലിനെയും നോക്കുന്നു, കുഞ്ഞിക്കതിയെയും. എന്താ ഇവരീ പറയുന്നത്? നിങ്ങൾ കളവ് പറയുകയാണെങ്കിൽ ഈ കോടതിയിലേക്ക് വരുമ്പോഴത്തേന് ചില നിയമങ്ങളുണ്ട്, സത്യം മാത്രം പറയണമെന്നുള്ളത്. നിങ്ങളത് തെറ്റിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ കുഞ്ഞിക്കതിയെ പറഞ്ഞു, സാറേ അതൊക്കെ അങ്ങനെയൊന്നല്ല, ഇവൾക്ക് ഡേറ്റും കാര്യങ്ങളും അറിയായിട്ടാണെന്നാ എൻ്റെ കാര്യങ്ങൾക്ക് കേൾക്കണോ? കുഞ്ഞിക്കതിയ അടുത്ത അടവെടുക്കുവാൻ തുടങ്ങുന്നു. എന്തായിരിക്കും കുഞ്ഞിക്കതിയ അടുത്തതായിട്ട് പറയാനുള്ളത്? ഹസീനയുടെ ഭാഗം പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം അവൾക്കൊരിക്കൽ പോലും അതിൽ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞതെല്ലാം വെറും പച്ചക്കളവുകൾ തട്ടിവിട്ടതാണെന്ന് ജഡ്ജിക്ക് ബോധ്യമായി. അതെല്ലാം നമ്മുടെ റിസ്വാന വക്കീൽ പൊളിച്ചെടുക്കി എന്ന് തന്നെ പറയാം. എന്നാൽ അതാ കുഞ്ഞിക്കതിയെ എന്തൊക്കെയോ പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്തായിരിക്കും ഇനി കുഞ്ഞിക്കതിയുടെ ന്യായങ്ങൾ? അതും റിസ്വാന വക്കീൽ പൊളിച്ചെടുക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.